10 Saving and Earning Rules of Benias. ഹലോ എവ്രി വൺ. ഫോർബ്സ് മാഗസിൻ ലോകത്തിലെ ടോപ്പ് 1210 ബില്യനേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടു. അതിലുണ്ടായിരുന്ന 55 പേര് ഇന്ത്യൻസ് ആയിരുന്നു. ആ 55 പേരിൽ 26 പേർ ബെനിയാസ് ആയിരുന്നു. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 1% കാറ്റഗറിയിലുള്ളവർ. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് 24% ടാക്സ് പേ ചെയ്യുന്ന ആളുകളും ഈ ബെനിയാസ് തന്നെയാണ്. ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മണി മൈൻഡ് എത്രത്തോളം ഇഫക്റ്റീവ് ആൻഡ് പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ട് മുതൽ ബെനിയ എന്ന് പറയുമ്പോൾ പിശക്കുള്ള വ്യക്തി എന്നായിരുന്നു നാട്ടിലുള്ള സംസാരം. അവർക്ക് മറ്റുള്ളവരുടെ പണം എടുപ്പിക്കാനും സ്വന്തം പണം സൂക്ഷിക്കാനും നല്ലപോലെ അറിയാം. ഈ കാര്യങ്ങളെല്ലാം റിയൽ ലൈഫ് റിസർച്ച് പ്രകാരമൊന്നുമല്ല പറയുന്നത്. മറിച്ച് ബോളിവുഡ് മൂവീസിൽ പണ്ട് ഇങ്ങനെയെല്ലാം ആയിരുന്നു ബെനിയ എന്ന കമ്മ്യൂണിറ്റിയെ പിക്ചറൈസ് ചെയ്തിരുന്നത്. എന്നാൽ പ്രാക്ടിക്കലി നോക്കിയാൽ ജൂയിഷ്, ചൈനീസ് ആൻഡ് ബെനിയ ഇവരാണ് ലോകത്തിൽ ടോപ്പ് ബിസിനസ് സക്സസിൻ്റെ പേഴ്സൻറ്റേജിലുള്ള കമ്മ്യൂണിറ്റീസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബെനിയാസിൻ്റെ ഷാർപ്പ് മൈൻഡിന് പിന്നിലുള്ള സീക്രട്സ് എന്തൊക്കെയാണെന്ന് ഡീപ്പായി മനസ്സിലാക്കാം. ഈ സീക്രട്സ് ഒക്കെയാണ് അവർ ട്രഡീഷണലി അവരുടെ ഫാമിലിയുടെ ഉള്ളിൽ ഓരോ ജനറേഷൻസ് ത്രൂ പാസ് ചെയ്തു പോകുന്നത്. അതായത് ഇതെല്ലാം അത്രയ്ക്കും ഡീപ്പായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്നർത്ഥം. സോ ലെറ്റ്സ് ബിഗിൻ. ഒന്നാമതായി, ഇറ്റ്സ് ഓൾ ഇൻ ദെയർ ജീൻസ്. സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലും ഇവരാണ് 2007 ഫ്ലിപ്കാർട്ട് തുടങ്ങിയത്. എന്നാൽ അവരുടെ ഫാമിലി ഹിസ്റ്ററി എടുത്താൽ ഇവർ രണ്ടുപേരും അല്ല ആദ്യമായി ആ കുടുംബത്തിൽ ഒരു വലിയ ബിസിനസ് തുടങ്ങുന്നത്. ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് ആദ്യം മുതലേ ബിസിനസ് എന്ന ലോകത്ത് അവരുടെ പേര് നട്ടവരാണ്. ഏതൊരു വിഷയം വന്നാലും ബിസിനസ് ആയിരിക്കും ആ ഫാമിലിയുടെ ആദ്യത്തെ ചോയ്സ് തന്നെ. സോ അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നാണ് സച്ചിനും ബിന്നിയും അവരുടെ പേഴ്സണൽ ബിസിനസ് ഐഡിയയുമായി വരുന്നത്. അതേപോലെ തന്നെയാണ് ഏതൊരു ബെനിയയുടെ ഫാമിലി ഹിസ്റ്ററി എടുത്താലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബിസിനസ് സ്ട്രാറ്റജി എങ്കിലും അവരുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. ഈ കമ്മ്യൂണിറ്റി അവരുടെ ഫാമിലി മീറ്റിംഗ്, ഫാമിലി ഡിന്നേഴ്സ് ഇങ്ങനെയുള്ള ഒക്കേഷൻസിലെല്ലാം ബിസിനസ്, പ്രോഫിറ്റ്, ലോസ് എല്ലാമാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതുതന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയുടെ ഇന്നർ മോട്ടിവേഷനും സ്ട്രോങ് ഫൗണ്ടേഷനും. രണ്ടാമതായി, ദേ ക്യാൻ സ്മെൽ മണി. അതായത് ഈ കമ്മ്യൂണിറ്റിക്ക് പണം സമ്പാദിക്കാൻ സാധ്യതയുള്ള ഏത് ഓപ്പർച്യൂണിറ്റീസും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോഷ്യൽ ലൈഫിനോട് അത്ര താല്പര്യമില്ലെങ്കിലും ഇവർക്ക് അതുവഴി വരുന്ന മണി വെഞ്ചേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അറിയാൻ വളരെ താല്പര്യമുണ്ടാവും. ആ കാര്യത്തിൽ അവർ എപ്പോഴും അവെയർ ആയിരിക്കാൻ ശ്രമിക്കും. മണി ഗ്രോ ചെയ്യാൻ പറ്റിയ നല്ല യുണീക്ക് ഐഡിയ അവർക്ക് കിട്ടിയാൽ അത് റിയാലിറ്റി ആയി മാറ്റി അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നവരെ അവർ അതിൽ കൺസിസ്റ്റൻ്റായി തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 3, ദേ കോൺകർ എനി ഫീൽഡ്. ഈ കമ്മ്യൂണിറ്റിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻബിൽറ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർ വെറും ബിസിനസ്സിൽ മാത്രമല്ല റൂൾ ചെയ്യുന്നത്, വേറെ പല ഫീൽഡ്സിലും അവർ പൊസിഷൻസ് ഉറപ്പിച്ചിട്ടുണ്ട്. നാലാമതായി, ടാലി ബാലൻസ് ഷീറ്റ്. ബെനിയ എന്ന വേർഡ് വനീജ് എന്ന സംസ്കൃത് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വനീജ് എന്നാൽ വ്യാപാരി എന്നാണ് അർത്ഥം. അതായത് ബിസിനസ്, ഏതൊരു ബിസിനസ്സിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. ബെനിയ എന്ന കമ്മ്യൂണിറ്റി എപ്പോഴും അവരുടെ കയ്യിൽ അക്കൗണ്ട്സിൻ്റെ ഒരു പുസ്തകം കൊണ്ടു നടക്കാറുണ്ട്. അതിൽ അവർ അവരുടെ എല്ലാ ചെറിയ വലിയ കണക്കുകളും കുറിച്ച് വയ്ക്കും. ഇത് ആക്ച്വലി അവർ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സക്സസിൻ്റെ പിന്നിൽ ഈ ഒരു സീക്രട്ടിനും വലിയൊരു പങ്കുണ്ട്. 5, ബാർഗെയിനിങ്. വിലപേശൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു കല തന്നെയാണ്. ആ കല നന്നായി പെർഫോം ചെയ്യാൻ അറിയുന്നവരാണ് ബെനിയ. അവരുടെ ബിഹേവിയർ പിശുക്ക് കാണിക്കുന്നതാണെങ്കിലും അതുകൊണ്ടുള്ള മെയിൻ ഇൻറ്റൻഷൻ പണം മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യൽ കൊളാപ്സ് വരുന്നത് വളരെ റെയറായ ഒരു സംഗതിയായിരിക്കും. 6, ദേ ആർ നോട്ട് ഇമോഷണൽ എബൌട്ട് ദെയർ മണി. ആളുകൾ ബെനിയ കമ്മ്യൂണിറ്റിയെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് പിശുക്കരായിട്ടാണ്. അതായത് 1 രൂപ പോയാലും വല്ലാതെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ പണമായി അത്രയ്ക്കും അറ്റാച്ച്ഡ് ആണെന്നാവും. പക്ഷേ ശരിക്കുമുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. അവർ പണത്തിൻ്റെ കാര്യത്തിൽ ഇമോഷണൽ അല്ല, മറിച്ച് പ്രാക്ടിക്കലാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ പണം ചെലവാക്കുന്നതിന് പകരം കൂടുതൽ പണം സേവ് ചെയ്ത് അവർ വലിയൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. അതിൽ റിസ്കിൻ്റെ ഫാക്ടർ ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കും. ഇതിനെയാണ് ഒരു ബിസിനസ് മാൻ്റെ പ്രോ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. 7, ദേ ഹാവ് എ വെരി ലോ ബാങ്ക് ബാലൻസ്. അനാവശ്യമായ കാര്യങ്ങളിൽ പണം ചെലവാക്കാതെ കിട്ടുന്ന പണം സൂക്ഷിച്ച് സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കും. എന്നാൽ അതിനുവേണ്ടി അവർ ബാങ്കിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അവരുടെ വ്യൂ പോയിൻറ്റിൽ ബാങ്ക് എന്ന് പറയുന്നത് നോ റിട്ടേൺസ് ആൻഡ് മണി ലോസ് എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ അവർ ബാങ്കിൽ വെക്കാറുള്ളൂ.
ബാക്കിയുള്ള പണം അവർ ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടിലോ ചെറിയ കടകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ലോണായി കൊടുക്കാനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. 8. ദേ ടേക്ക് ടാക്സ് പ്ലാനിങ് വെരി സീരിയസ്ലി. ടാക്സ് നിങ്ങളുടെ വെൽത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ എടുക്കും. ടാക്സ് സേവ് ചെയ്യാനുള്ള വഴികൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ബനിയ കമ്മ്യൂണിറ്റി ഈ കാര്യത്തെ വളരെ സീരിയസ് ആയി തന്നെയാണ് അപ്രോച്ച് ചെയ്യാറുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള റിസർച്ചസ്, ലീഗൽ വഴികളും അവർ അഡോപ്റ്റ് ചെയ്ത് നോക്കും. ഈ കാര്യത്തിൽ അവരുടെ ഗോൾ എന്ന് പറയുന്നത് ഏറ്റവും മിനിമമായി ടാക്സ് പേ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കുന്നതാണ്. 9. ദേ സീ എവരിത്തിങ് ത്രൂ ദ ലെൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. വളരെ ചെറിയൊരു സാധനം വാങ്ങാൻ പോയാലും അവർ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കോൺസെപ്റ്റ് വെച്ചാണ് ഇവാലുവേറ്റ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന്, ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിക്ക് മൊബൈൽ വാങ്ങണമെങ്കിൽ ആദ്യം അയാൾ തൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പ്ലാൻ ചെയ്യും. അതിനുശേഷം ബഡ്ജറ്റ് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് പർച്ചേസിന് റെഡി ആവുന്നത്. ഫിക്സ് ചെയ്ത് വെച്ച ബഡ്ജറ്റിനെ ഒരിക്കലും അയാൾ ക്രോസ് ചെയ്യില്ല. 10. ദേ റെയർലി ടേക്ക് ലോൺസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. മലയാളികൾക്ക് ഒത്തിരി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണത്. ഈ ബനിയാസിനെ സംബന്ധിച്ച് അവരെന്നും ഫോളോ ചെയ്യുന്ന റൂളുണ്ട്. ഏൺ മോർ ബിഫോർ യു സ്പെൻഡ് മോർ. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയുള്ള ഒരു കാർ നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അതിന് EMIയുടെ ഓപ്ഷൻസുമുണ്ട്. എന്നാൽ നിങ്ങൾ EMI അവൈൽ ചെയ്താൽ 3 വർഷമാകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം 6 ലക്ഷം അടയ്ക്കേണ്ടി വരും. ഈ ഡീൽ പലർക്കും ഓക്കെ ആയിരിക്കും. എന്നാൽ ബനിയ ഈ കാര്യത്തിൽ കൺവിൻസ് ആവില്ല. ഇങ്ങനെയുള്ള ഏതൊരു ലോണും അവർ അവോയ്ഡ് ചെയ്യും. അത് തനിക്ക് കംഫർട്ടബിൾ ആണ് എന്നല്ല, അത് എക്സ്ട്രാ മണി ആണെന്ന് മാത്രമേ അവരുടെ തോട്ട്സിൽ ഉണ്ടാവുള്ളൂ. ഈ 10 കാര്യങ്ങൾ കേട്ടപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ കമ്മ്യൂണിറ്റി ഇത്രയ്ക്കും ഇഫക്റ്റീവ് ആൻഡ് പവർഫുൾ ആയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത്രയ്ക്കും ഡീപ്പ് ആൻഡ് വാല്യുബിൾ ആയ റൂൾസ് തന്നെയാണ്. അത് നമ്മൾ ഓരോന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സമൂഹം അതിൻ്റെ ആക്ച്വൽ റിസൾട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. വീണ്ടും ഒരു വാല്യുബിൾ കണ്ടൻറ്റായി വരുന്നവരെ തിങ്ക് റിച്ച്.